സാന്ത്വനത്തിൻ്റെ എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മിത്ര പോകാൻ റെഡിയായി നിൽക്കണ്. മിഥുൻ്റെ കൂടെ വിഷമമുണ്ടെങ്കിലും മിഥുൻ്റെ കൂടെ ഇറങ്ങി പോകണ്. ആ സമയത്ത് മിത്ര ഫോൺ എടുക്കുമ്പോൾ മിഥുൻ സമ്മതിക്കുന്നില്ല, ഫോൺ കൊണ്ടുപോകണ്ട, ഫോൺ വിളിച്ച് ഇവർ എവിടെ ഉണ്ടെന്ന് അന്വേഷിക്കുന്നു മനസ്സിലാക്കുന്നപ്പോൾ ഫോൺ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല എന്ന് പറയും. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, ഫോൺ വേണ്ടാന്ന് പറയും. അങ്ങനെ ഫോൺ പിടിയും വലിയായി, ഫോൺ ഇങ്ങെടുത്താന്നൊക്കെ പറഞ്ഞ് പിടിയും വലിയാവുന്നുണ്ട്. അങ്ങനെ ഫോൺ താഴത്ത് വീണ് പൊട്ടി തകർന്ന് പോകുന്നുണ്ട്. പിന്നീട് ഒരു ബലപ്രയോഗത്തിലൂടെ എന്ന പോലെ തന്നെയാണ് മിഥുൻ മിത്രനെയും കൊണ്ട് പോകുന്നത്. പിന്നെ കാണിക്കുന്നത് രാവിലെയാണ് കൃഷ്ണമംഗലത്ത് മിത്രനെ കാണാത്തതിലുള്ള വിഷമവും വെപ്രാളവും കരച്ചിലും ബഹളവും മിത്ര ചതിച്ചു എന്നുള്ള കാര്യം മനസ്സിലാവുന്നുണ്ട്. ഒരു ലെറ്ററോ കാര്യങ്ങളോ ഒന്നും എഴുതി വെച്ചിട്ടില്ല, പക്ഷെ സ്വർണ്ണവും ഡ്രസ്സും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും അവിടെ സംഭവിച്ച കാര്യങ്ങളൊക്കെ നമ്മുടെ ആകാശ് പുറത്തുനിന്ന് അറിഞ്ഞിട്ട് ആകാശ് ഓടി വന്ന് ബാലനോട് സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയുമ്പോൾ, നീ എന്തിനാടാ ഓടി വന്നതെന്ന് ചോദിക്കുമ്പോൾ, അത് പുറത്തുനിന്ന് ഒരു വാർത്ത അറിഞ്ഞ് മിത്രനെ കാണാനില്ല എന്ന് പറയുന്നത്. മിത്രനെ കാണാനില്ല എന്ന് എന്തേ പറയണേന്ന് ചോദിക്കുന്നുണ്ട്. ഇന്നവളുടെ കല്യാണമല്ലേ എന്ന് പറയുന്നത്. അതെ, അവൾ ഒരു പയ്യൻ്റെ കൂടെ പോയി എന്ന് പറയുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ആനന്ദ് മിഥുനെ കണ്ട ഭാഗങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ട്. പരിചയത്തെ ഒരാളെ രാത്രി കണ്ടതൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. എന്തായാലും കൃഷ്ണമംഗലത്ത് കൂട്ടക്കരച്ചിലും ബഹളവും തളർച്ച കിടപ്പൊക്കെയാണ്. മിത്രയുടെ അമ്മ തളർന്ന് കിടക്കുന്നുണ്ട്. അപമാനവും എല്ലാം കൊണ്ടും അഹങ്കാരമൊക്കെ ഒറ്റ അതുകൊണ്ട് ഒലിച്ചു പോയ പോലെ ആയി. അച്യുതവർമ്മയുടെയും അനന്തവർമ്മയുടെയും വന്നവരോടൊക്കെ സമാധാനം പറയാൻ പറ്റാണ്ട് നാണക്കേടായി. പണ്ട് പെങ്ങളുണ്ടാക്കിയ അതേ അവസ്ഥ ഇന്ന് മകളുണ്ടാക്കിയതിൽ തല കുമ്പിട്ട് ഇങ്ങനെ തളർന്നിരിക്കുന്ന സമയത്ത് ഒരു ബന്ധു എന്ന് പറയുന്നുണ്ട്, ഒരു പയ്യനും ഒരു പെൺകുട്ടിയും കൂടെ ഇന്നലെ രാത്രി പാതിരാ നേരത്ത് കാറിൽ കയറി പോകുന്നത് കണ്ടവരുണ്ടെന്നാണ് പറയുന്നതെന്ന് പറഞ്ഞപ്പോൾ അത് സത്യം മിത്ര തന്നെ ആയിരിക്കുമെന്ന് മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും ബാലനെ കണ്ടപ്പോൾ ബാലനോട് സന്തോഷമായി. ബാലനെ അങ്ങോട്ട് ചോദിക്കുന്നു. ബാലൻ പറയുന്നുണ്ട്, ബാലനെ കുറ്റപ്പെടുത്തുന്ന സമയത്തൊക്കെ ബാലൻ മിണ്ടാണ്ടിരുന്നത് നമ്മുടെ ആനന്ദിന്റെ കല്യാണം മുടക്കിയത് മറ്റാരും അറിയണ്ടെന്ന് വിചാരിച്ചിട്ടായിരുന്നു. എന്തായാലും ബാലൻ ഇപ്രാവശ്യം നല്ലതൊന്ന് കൊടുക്കുക, ഒരു കൊട്ട് തന്നെയാണ് കൊടുക്കുന്നത്. കാരണം ബാലൻ പറയുന്നത് ഇങ്ങനെയാണ്, ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വന്നാൽ കാണാൻ നല്ല ചേലിടുന്നെന്ന് കേട്ടിട്ടുള്ളതെന്ന് പറയും. നിങ്ങൾ എൻ്റെ മോൻ്റെ കല്യാണം മുടക്കി, അല്ലെങ്കിൽ ഇപ്പം ഈ സമയത്ത് എൻ്റെ മോൻ്റെ കല്യാണം ഇവിടെ നടക്കേണ്ടതായിരുന്നു എന്ന്, ആനന്ദിൻ്റെ കല്യാണം അച്യുതം മുടക്കിയ കാര്യം ഞാനത് ചോദിക്കാഞ്ഞത് നിങ്ങളത്ര എനിക്ക് നിങ്ങളെക്കാൾ ഇച്ചിരി കൂടെ മര്യാദ ഉള്ളത് കൊണ്ടെന്നൊക്കെ ബാലൻ പറഞ്ഞു. വിഷമത്തോടെ തന്നെയാണ് ബാലൻ പറയുന്നത്. എന്തായാലും അച്യുതവർമ്മയും ആനന്ദവർമ്മയും ഇടിവെട്ടേറ്റ പോലെ നിൽക്കുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത്. പിന്നെ അവിടെ നടന്ന കാര്യങ്ങളൊന്നും അറിയാണ്ട് ഗോമതി മിത്രയ്ക്ക് വേണ്ടി പൂജയും വഴിപാടും, മിത്രയുടെ കല്യാണം ആയതുകൊണ്ട് അമ്പലത്തിൽ മിത്രയ്ക്ക് വേണ്ടിയുള്ള പൂജയും പ്രത്യേക വഴിപാടൊക്കെ കഴിച്ച് പ്രാർത്ഥിച്ച് നിൽക്കുന്ന ഒരു ഭാഗം കൂടി കാണിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.